ഇന്നത്തെ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി പോയി. കാരണം വേറൊന്നുമല്ല, ഞാനിന്ന് എഴുന്നേൽക്കാനും കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ വേഗം പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് വീഡിയോ ഒന്നും വേണ്ടാന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും എടുക്കാമെന്ന്. അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഇതാ നന്നായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നല്ലോണം കയറുന്നുണ്ട്. അപ്പോൾ അത്രയും സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നും മോർണിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എഴുന്നേൽക്കാൻ താമസിക്കാൻ കാരണം വേറൊന്നുമല്ല, ഇന്ന് കുട്ടികൾക്ക് ലഞ്ചിന് ചോറ് കൊടുത്തു വിടുന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വലിയ ജോലിയൊന്നും തിരക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പതുക്കെ എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ നേരത്തെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ വെച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിച്ചത് എന്തായാലും വീഡിയോ എടുക്കാമെന്ന്. ചായയുടെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ നട്ട്സും കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പൊട്ടറ്റോൻ്റെ ജ്യൂസ് എടുക്കാനാണ് ഇത്. അത് എനിക്ക് കണ്ണിൽ ഡാർക്ക് സർക്കിൾ കുറച്ച് ഉള്ളത് കാരണം ഞാൻ പൊട്ടറ്റോ ജ്യൂസ് തേക്കാറുണ്ട്. എല്ലാ ദിവസവും ചിലപ്പോൾ തേക്കാൻ ഓർമ്മയുണ്ടാവില്ല, രാവിലെ എഴുന്നേറ്റാലാണ് തേക്കുന്നത്. തിരക്കുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ ഇന്ന് എന്തായാലും തേക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കുറച്ച് ജ്യൂസ് എടുക്കുക, കണ്ണിന് ചുറ്റും, നമ്മുടെ 2 കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് മുന്നേ, കണ്ണിൻ്റെ കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ജ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു എന്താ പറയുക, കണ്ണിൻ്റെ കറുപ്പ് മാറാൻ നല്ലൊരു ഇതാണ്. കുറച്ച് നാൾ നമ്മൾ തുടർച്ചയായിട്ട് തേച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് വേഗം തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക, കണ്ണിന് ഡാർക്ക് സർക്കിൾ ഉള്ളവർ. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ രാത്രിയിലത്തൊക്കെ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ നമ്മുടെ വേസ്റ്റ് ഇടുന്ന ആ ഒരു പൈപ്പിൻ്റെയൊക്കെ ഒരു ഇതില്ലേ, വേസ്റ്റ് ഇടുന്ന വീട്ടിലുണ്ടാവുന്ന, അതിൽ കൊണ്ടിടും. അപ്പോൾ അത് കൊണ്ടിടാൻ പോവാണ്. അപ്പോൾ കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ ക്യാമറ താഴെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ വേസ്റ്റ് തട്ടിയിട്ടുണ്ട്. ഇനി അത് പാത്രമൊക്കെ കഴുകി കൊണ്ടുവെക്കണം. പിന്നെ ഈ വേസ്റ്റ് ഇടുന്ന ഇത് ഭയങ്കര സ്മെല്ലാണ്, ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ അതിന് ചിലവർ കുമ്മായം, പിന്നെ നമ്മുടെ വിറക് കത്തിച്ച് വെണ്ണീരുണ്ടല്ലോ, അതൊക്കെ ഇട്ടാൽ സ്മെല്ല് മാറുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്മെല്ല് കുറവുണ്ട്. മുമ്പ് ഭയങ്കര സ്മെല്ലായിരുന്നു, അടുക്കള ഭാഗത്ത് ഭയങ്കര വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അപ്പോൾ അതിനെന്താണ് ചെയ്യാമെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമ്മുടെ ഈ ഫുഡ് വേസ്റ്റിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേസ്റ്റൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്നാവുന്നുണ്ട്. അപ്പോഴത്തേക്കും മോൻ എഴുന്നേറ്റ് വന്നിട്ട് അവൻ കിച്ചണിൽ വന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂട്ട് കണ്ടിട്ട് അവൻ അതൊക്കെ ഒന്ന് ഇളക്കി, ഞാൻ വെള്ളയപ്പം ചുടാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. രാവിലെയൊക്കെ അവന് സമയമുള്ളപ്പോൾ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ചിരണ്ടലും അങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവനെന്തായാലും ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ പരിപാടിയിലേക്ക് പോയി. അപ്പോൾ ഞാനിനി മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ അരിയാണ്. അങ്ങനെ ഇന്ന് എന്തായാലും അധികം തിരക്കില്ല, അതുകൊണ്ട് പതുക്കെയാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. ഇന്ന് വെള്ളയപ്പവും മുട്ടക്കറിയും മാത്രം ഉണ്ടാക്കിയാൽ മതി, അവർക്ക് അത് തന്നെ കൊടുത്തു വിടും. അപ്പോൾ വേറെ തിരക്ക് പിടിച്ച ജോലികളൊന്നുമില്ല. ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എൻ്റെ വീട്ടിലോട്ട് പോകണം. അവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നാളെയോ മറ്റന്നാളോ അതിൻ്റെ വീഡിയോ നോക്കിയിട്ട് ഇടാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ലഞ്ച് ഒന്നും ഉണ്ടാക്കണ്ട, എനിക്ക് ആവശ്യമുള്ള ചോറൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചോറൊന്നും കഴിക്കില്ല. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുക്കും.
പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറും കറിയൊന്നും എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതാണ് രാവിലെ ഇവർക്ക് ഇത് തന്നെ കൊടുത്തു വിടാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇന്ന് പതുക്കെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ മോൾ എഴുന്നേറ്റിട്ടില്ല, അവളെ എഴുന്നേൽപ്പിക്കണം. അത് ഭയങ്കര ഒരു ജോലിയാണ്, ഞാൻ പറഞ്ഞില്ലേ. അവളെ എഴുന്നേറ്റ് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വെള്ളയപ്പം ചുടാൻ പാത്രം വെച്ചപ്പോഴാണ് ഓർത്തത് അവളെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ പാത്രം വെച്ച് പോയിട്ട് കുറച്ച് സമയമായി, അത് മറന്നു അടുപ്പിൽ പാത്രം വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം നല്ല ചൂടായിട്ട് വെള്ളയപ്പം ആക്കാൻ നോക്കുമ്പോൾ ശരിയായില്ല. അത് പാത്രത്തിൽ നിന്ന് വട്ടം ചുറ്റിക്കുമ്പോൾ ആവുന്നില്ല, അതുകൊണ്ട് അത് കളഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്ന് പിന്നെ അടുക്കളയിൽ ഇങ്ങനെ കളിക്കുകയാണ്. വെള്ളയപ്പത്തിൻ്റെ മാവിനെ കൊണ്ടിങ്ങനെ ഒഴിച്ച് കളിക്കും. പിന്നെ കുറേ നേരം അവൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എല്ലാ ദിവസവും എഴുന്നേറ്റ് വന്നിട്ട് കിച്ചണിൽ വന്നിങ്ങനെ പുറത്ത് നോക്കിയിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രഷ് എടുക്കാനും ഇതൊക്കെ തുടങ്ങുള്ളൂ. കുറച്ചൊന്ന് രാവിലെ ഒന്ന് സ്റ്റാർട്ട് ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ലേറ്റായിട്ട് എഴുന്നേക്കും. എന്നിട്ട് പിന്നെയും ഇതുപോലെ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്ക് എൻ്റെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം മാത്രം ചുട്ടെടുത്താൽ മതി. എന്തായാലും ആദ്യത്തെ വെള്ളയപ്പം കളഞ്ഞു, അത് ശരിയാവാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ സ്റ്റൗ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ച് പാത്രം തണുത്തതിന് ശേഷം പിന്നെ വീണ്ടും ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ മോൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യും, എന്നാലും ഇടയ്ക്കൊന്ന് തേച്ച് കൊടുത്തില്ലേ പിന്നെ എന്താ പറയുക, കാര്യം പോക്കാം. ഇതാ കണ്ടില്ലേ, പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ബ്രഷും വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മുറ്റത്തൂടെ നടന്നുകൊണ്ടും ബ്രഷ് ചെയ്തുകൊണ്ടും ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്. പിന്നെ മോൾക്ക് എപ്പോഴും ദോശയോ വെള്ളയപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവൾ പറയും വേറെ എന്തെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കാൻ, പൂവോ അല്ലെങ്കിൽ ലവ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരണം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളയപ്പം ഒരു പൂ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് കാണാനും ഇഷ്ടമായിരിക്കും, കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അവൾക്ക് സ്നാക്സിന് ഇന്ന് ഞാൻ കൊടുത്തിടുന്നത് നമ്മുടെ വാട്ടർമെലൺ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു ഫോർക്കും വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് വേഗം എടുത്ത് കഴിക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം വേഗം കഴിഞ്ഞു. അപ്പോൾ ലഞ്ച് ബോക്സും എല്ലാം ഞാൻ എടുത്ത് അവരുടെ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും തിരക്കില്ലാതെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി അവളെ സോക്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം, മുടി കെട്ടി കൊടുക്കണം. സോക്സ് അവൾക്ക് ഒറ്റയ്ക്കിടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനാണ് ഇട്ട് കൊടുക്കുന്നത്. മോന് പിന്നെ പ്രശ്നമില്ല, അവൻ വലിയ കുട്ടി ആയതുകൊണ്ട് അവനെല്ലാം ചെയ്തോളും. അവൻ സോക്സൊക്കെ ഇട്ട് റെഡിയാക്കി ആയിക്കോളും. അപ്പോൾ മോൾക്ക് ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. അപ്പോൾ പ്ലീസ് എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. എന്താണെന്ന് നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.